ഇതെന്നാ സാധനം? ഇത് ഈ ഹോട്ടലുകളും വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പച്ചക്കറി വേസ്റ്റ്, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞത് സവോളയാണ്. നമ്മുടെ ജൈവ പച്ചക്കറി കടയിലും അവിടുത്തെ ഇവിടുന്ന് കൂടെ പച്ചക്കറി വേസ്റ്റ് ഒരു ചാക്ക് ഡെയിലി ഞാൻ കൊണ്ടുവരും. എന്റെ വീടിന്റെ ഭാഗത്ത് ഹോട്ടലുണ്ട് വുഡ്ലാൻഡ്സ്. ആ വുഡ്ലാൻഡ്സിലെ പച്ചക്കറി വേസ്റ്റ് ആണ് ഇത് കാണുന്നത്. അത് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇത് പെനട്ടോൺ ഇനാക്വേറ്റർ എന്നുള്ള ചൈരിച്ചോറിനകത്ത് മിക്സ് ചെയ്ത ഒരു അടിപൊളി സാധനമാണ്. അത് ഇങ്ങനെ അങ്ങോട്ട് ഇടും. 3 മണിക്കൂർ കൊണ്ട് സ്മെല്ല് പോകും. ഏകദേശം ഒരു മാസത്തിൽ നല്ല ഒന്നാമതിന് അടിപൊളി മാണിക്യം എന്നുള്ള വളമാണ്, നല്ല വളമാണ്. അപ്പൊ ആ വളത്തിന് പോകുന്ന നമുക്ക് അധികം ചെലവില്ല, വലിയ ചെലവില്ല, എന്നാൽ നല്ല വളം കിട്ടും. ഇതിപ്പം 2 ദിവസത്തെ 3 ദിവസത്തെ പച്ചക്കറി വേസ്റ്റ് ഇട്ട് ഞാൻ ഇനാക്രിയേറ്റിന്റെ പൗഡർ ചൈരിച്ചോറ്, ഇതാണ് നോക്കിയാൽ ചൈരിച്ചോറിനകത്ത് ഇനാക്രിയേറ്റിന്റെ ഇതാണ്. അതിങ്ങനെ തൂല മാത്രമല്ല, അത് ജൈവമാണ്, യാതൊരുവിധ കേടും വരത്തില്ല, യാതൊരു ദോഷങ്ങളും ഇല്ല. നല്ല വളമായിട്ട് 1 മാസം വളമാവും. ഇതിന്റെ വളമായത് 1 മാസം വളമായത് ഞാൻ കാണിച്ചത് ബൈപ്പുറത്ത് 1 മാസമായതാണ്. 1 മാസമായിട്ട് വാഴപ്പിണ്ടി, ചരിച്ചോറ്, അല്ല കരിങ്കല്ലും പിന്നെ പ്ലാസ്റ്റിക് വെച്ച് ബാക്കി എല്ലാം തന്നെ അലിഞ്ഞു ചേർന്ന് വരുന്നതാണ്. നല്ല വളമായി കിടക്കുകയാണ്. അപ്പൊ 1 മാസം ഇത് റെഡിയാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ യാതൊരു സ്മെല്ലും ഇല്ല. നമ്മളെ കാണുമ്പോൾ അഴുക്കൊക്കെ കണ്ടതേ 1 മാസം സാധനമാണ്, യാതൊരു സ്മെല്ലല്ല, ഒന്നാമതിനം വളമാണ്. ഇത് മതി, വേറെ ഒന്നും വേണ്ട. വെറുതെ ചാണകത്തിനും കോഴിക്കാട്ടത്തൊക്കെ വളം കൊടുത്ത് വിടേണ്ട ആവശ്യമില്ല. ഒന്നാമതിനം വളമാണ്, ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോ 15 ദിവസം വളം കൊടുത്തിട്ട് അടുത്ത പിന്നെ 10-ാം തീയതി ഈ സാധനം എടുത്ത് നമ്മുടെ കോവലിൽ ഇടാൻ വേണ്ടിയിട്ടിരിക്കുക. 1 മാസം വളമാണ്. ഇതെടുത്തു തീരുമ്പോൾ അടുത്തത് പിന്നെ അവിടെ റെഡിയാവും, ഇത് റെഡിയാവും, അടുത്ത ഇടും. അപ്പൊ നല്ല അതിന്റെ ഗുണമെന്ന് പറഞ്ഞാല് വീടിന് അടുത്തുള്ള പച്ചക്കറി വേസ്റ്റുകൾ വളരെ മുട്ടത്തോടൊക്കെ ഉണ്ട്. മുട്ടത്തോടൊക്കെ നല്ല ഒന്നാമതായിട്ട് പൊട്ടിക്കിടക്കും, ഒരു കുഴപ്പമില്ല. അതൊക്കെ നല്ല മുട്ടത്തോടൊക്കെ വളരെ മാറും. ഈ വീട്ടിലെ അതുപോലെ വേസ്റ്റുകൾ ഇവിടെ വെറുതെ കളയുന്ന വേസ്റ്റ് ഇവിടെ കൊണ്ടുപോയിട്ട് ഈ പെനട്രോന്റെ ഇനാക്രിയേറ്റ് എന്നുള്ള സാധനം, അത് പെനട്രോന്റെ ഇവിടെ ഓർഗനൈസർ അവിടുന്ന് മേടിച്ച് തൂളി കൊടുക്കുക, അവിടെ കിടക്കും, ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോ ഇറച്ചിയ മീൻ അത് കാണിച്ചിടാം. ഞാനിവിടെ നമ്മള് വീട്ടിലെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവന്ന് വെറുതെ കൊണ്ട് പുറത്ത് കളയാതെ ദൈവം കണ്ട ഇന്നലെ ഇട്ട മത്സ്യത്തിന്റെ ഒരു സ്മെല്ലും ഇല്ല. മത്സ്യത്തിന്റെ വെച്ച് അതെല്ലാം കൂടി ഇറച്ചിയുടെ ഒക്കെ ഉണ്ടാകുന്ന വെച്ച് എല്ലാം കൂടി ഇട്ട് പിന്നെ ഈ ഇലാക്കിട്ട് വെച്ചിരിക്കുകയാണ്. യാതൊരു സ്മെല്ലും ഇല്ല. അത് ആ 3 മണിക്കൂറിന്റെ സ്മെല്ല് പോയി. അത് 1 മാസത്തേക്ക് നല്ല ഒന്നാമതരം ജൈവവളമായി മാറും. പക്ഷെ നമ്മൾ കൊണ്ട് വഴിയിരിക്കും അവിടെയൊക്കെ വേസ്റ്റ് ഇട്ട് പ്രകൃതിയിൽ ജനങ്ങൾക്ക് ദോഷം ഉണ്ടാക്കുകയും ചെയ്യണം. ഇതാണ് ഏറ്റവും നല്ല സാധനം. ഇതിലേക്ക് ഇന്ന് വൈകിട്ടുണ്ടാകുന്ന വേസ്റ്റ് നാളെ കൊണ്ടിടും. നാളെ ഇടുമ്പം അത് വളമായി മാറും. 1 മാസം നല്ല വളം. അതിൽ ചോറകത്തുണ്ട്, പിന്നെ ശകലം പച്ചക്കറി വേസ്റ്റ് ഉണ്ട്, മത്സ്യത്തിനുണ്ട്, കോഴിയുടെ എല്ലും വേസ്റ്റും അതെല്ലാം ഉണ്ട്. അത് വളമായി മാറും. അത് നമ്മൾ എന്നാൽ ചെന്ന് വെള്ളം വീഴാതിരിക്കും, വെള്ളം വിടാൻ പാടില്ല. അത് വേണ്ടി ഞാൻ മൂടി വെച്ചേക്കും. തീർച്ചയായിട്ടും ഇന്ന് പ്രകൃതിയിൽ ഏറ്റവും ദോഷമായിരിക്കുന്ന മാലിന്യങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി ഗവൺമെന്റും ഇതര പിന്നെ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ അതിനുവേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ഇപ്പോഴെ മാലിന്യങ്ങൾ ശേഖരിക്കാനായിട്ട് പുതിയ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പുതിയ പെണ്ണുങ്ങൾ അപ്പോയിന്റ് എടുത്തുകൊണ്ട് പോകണം. അവരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഡംപായി എന്തെങ്കിലും വളമാക്കി മാറ്റണം. അത് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോ എന്റെ വീട്ടിലെ വേസ്റ്റ്, എന്റെ വീടിന്റെ ഭാഗത്തിൽ ഹോട്ടലിലെ പച്ചക്കറി വേസ്റ്റ് ഞാൻ ഡെയിലി ഓരോ ചാക്ക് കൊണ്ടുവരും. ആ ചാക്ക് ഞാൻ അങ്ങോട്ട് വിതച്ചിടും. അതിനകത്തേക്ക് ഇത് ഈ ഇനാക്കുലേറ്റിന്റെ പൗഡർ മിക്സ് ചെയ്ത് അങ്ങോട്ട് ഒഴിക്കും. അതാകുമ്പോൾ നന്നായിട്ട് വളമുണ്ടാവും. അപ്പൊ ഇത് നമുക്ക് എല്ലാവരും പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഡൈനിങ് ഹാളിൽ, നമ്മുടെ സിറ്റ് ഔട്ടിൽ, നമ്മുടെ അടുക്കള വാതിക്കൽ വെക്കാം. യാതൊരു സ്മെല്ലും ഉണ്ടാകത്തില്ല. ഇപ്പൊ നമ്മള് ഇറച്ചിയ മീനോ അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് വെച്ചിട്ട് 3 മണിക്കൂർ പൗഡർ ഇട്ട് 3 മണിക്കൂർ കൊണ്ട് ആ സ്മെല്ല് മാറുകയാണ്. പിന്നെ അത് പ്രോസസ് 1 മാസം കൊണ്ട് നല്ല ഒന്നാമത് ജൈവവളമായി മാറി. അപ്പൊ നമുക്ക് കിട്ടുന്ന ഏറ്റവും മോശമായിട്ട് കളയുന്ന പ്രകൃതി ബുദ്ധി ഉണ്ടാക്കുന്ന സാധനങ്ങൾ വളമാക്കി മാറ്റുക എന്നുള്ള എല്ലാവരും പ്രൊമോട്ട് ചെയ്യും. ഇനാക്കുലേറ്റ്, അതായത് പെനട്രോൺ എന്ന കമ്പനിയുടെ ഇനാക്കുലേറ്റ് എന്ന പൗഡർ കിട്ടും. അതിന്റെ പുറത്ത് ഞാൻ നമ്പർ ഇടാം. മേടിച്ചാൽ ഞാൻ തന്നെ ചെയ്യുന്നത്. ഇത് കണ്ട ഇപ്പൊ 200 രൂപയുടെ വേണ്ടി 1 മാസത്തേക്ക് ഞാൻ മേടിച്ച ഒരു പാക്കറ്റ്. ആ പാക്കറ്റ് കൊണ്ട് 200 രൂപ കൊണ്ട് 1 മാസം ഇത്രയും വളം, അതൊക്കെ വളം, അതിപ്പോ 1 മാസം ഉള്ള ഇത് വളം ആയിക്കഴിഞ്ഞു. ദാറ്റ് മീൻസ് ഞാൻ വെറുതെ ചാണകത്തിനും കോഴിക്കാഷ്ടത്തിനും അതിനൊക്കെ പഴം കൊടുത്തതിന്റെ 10-1 പോലും ചെലവ് ഇവിടെ വരുന്നില്ല. പിന്നെ പറഞ്ഞാൽ ഏറ്റവും ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൈവ മാലിന്യങ്ങളെല്ലാം തന്നെ വളമായി മാറും. എനിക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.